ഹലോ ഹലോ, ശിവൻ സാറല്ലേ? അതെ, പറയൂ സാർ. എന്റെ പേര് റസിയ. ഞാൻ എന്റെ 2 കുട്ടികളുടെ കാര്യം ചോദിക്കാൻ വേണ്ടിയായിരുന്നേ. ഇരട്ട കുട്ടികളാണ്, ഫാത്തിമ, ഫർഹാൻ. അവർക്ക് ബ്രില്യൻ്റിൽ അഡ്മിഷൻ ഒക്കെ ആയിരുന്നു. പാലാ സെൻട്രൽ തന്നെയാണ്. കാരണം മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് അവിടെ ആയതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ അവിടെ അഡ്മിഷനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളെ കുറിച്ച് കുറച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാറിനെ വിളിച്ചത്. ശരി, രണ്ടുപേർക്കും ബ്രില്യൻ്റിലേക്ക് സ്വാഗതം. ബ്രില്യൻ്റിൽ അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഇവിടെ താമസ സൗകര്യം ലഭ്യമാണ്. എന്തൊക്കെയാണ് ഹോസ്റ്റലിനെ കുറിച്ച് അറിയേണ്ടത്? സാർ, സത്യം പറഞ്ഞാല് മോളും മോനും ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പം നമുക്ക് അമ്മമാർക്കൊരു ആശങ്കയുണ്ടല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നതാണേ. ബ്രില്യൻ്റിൽ എത്ര ഹോസ്റ്റലുകളുണ്ട് സാറേ, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആയിട്ട്? ആശങ്കകൾ സ്വാഭാവികമാണല്ലോ, കാരണം ആദ്യമായിട്ടാണ് കുട്ടികൾ വീടുകളിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ ഈ കോഴ്സിൻ്റെ ഒരു കാലയളവിൽ നിങ്ങൾക്കത് വളരെ വ്യക്തമായി മനസ്സിലാക്കും. ഈ ആശങ്കകളൊക്കെ വളരെ ആശ്വാസകരമായിട്ട് ഏറ്റവും സമാധാനമായിട്ട് തന്നെ ബ്രില്യൻ്റ് ക്യാമ്പസിൽ അവർ കഴിയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും എല്ലാ കുട്ടികൾക്കും താമസ സൗകര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെ 2 രീതിയിലാണുള്ളത്. ഒന്ന് ബ്രില്യൻ്റിൻ്റെ തന്നെ കൺട്രോൾഡ് ഹോസ്റ്റല്, മറ്റൊന്ന് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റല്. കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റിൻ്റെ സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് ആവാം, അല്ലെങ്കിൽ ബ്രില്യൻ്റ് വാടകയ്ക്ക് എടുത്തതാവാം. അവിടെ 24 മണിക്കൂറും ബ്രില്യൻ്റിൽ തന്നെ സ്റ്റാഫ് വാർഡനായിട്ട് നിൽക്കുന്ന ഹോസ്റ്റലിനെയാണ് ബ്രില്യൻ്റ് കൺട്രോൾഡ് ഹോസ്റ്റൽ എന്ന് പറയുന്നത്. മറ്റൊന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്റ്റലുകൾ സംവിധാനങ്ങളാണ്. അവിടെ ആ ഹോസ്റ്റലിൻ്റെ ഉടമയാണ് വാർഡനായിട്ട് പ്രവർത്തിക്കുന്നത്. പ്രൈവറ്റ് ആണെങ്കിൽ പോലും പകൽ സമയങ്ങളിൽ ബ്രില്യൻ്റിൻ്റെ സ്റ്റാഫുകൾ അവിടെ ചെന്നിട്ട് മുഴുവൻ സമയം ഒരു സൂപ്പർവിഷൻ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ് മെനു ആണെങ്കിലും അവിടുത്തെ വൈഫൈ സൗകര്യങ്ങൾ, ലൈബ്രറി സൗകര്യങ്ങളെല്ലാം ബ്രില്യൻ്റിലെ ഹോസ്റ്റൽ, കൺട്രോൾഡ് ഹോസ്റ്റലാണെങ്കിലും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണെങ്കിലും ഒരേ നിലവാരത്തിൽ തന്നെ ഉള്ളതായിരിക്കും. അതിൻ്റെ ഫീസ് സ്ട്രക്ചർ ആണെങ്കിലും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ ആണെങ്കിലും രണ്ടിടത്തും ഒരുപോലെ തന്നെ ആയിരിക്കും. ഈ 2 ഫെസിലിറ്റിയാണ് ഉള്ളത്. ഇതിൽ പെൺകുട്ടികൾക്കായിട്ട് ഏതാണ്ട് 150ഓളം ഹോസ്റ്റലുകളാണ് പ്രവർത്തിക്കുന്നത് പാലാ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട്. ആൺകുട്ടികൾക്ക് 45ഓളം ഹോസ്റ്റലുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ ഹോസ്റ്റലുകളിലെല്ലാം എല്ലാവിധ ക്രമീകരണങ്ങളും ബ്രില്യൻ്റ് നേരിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ പാലാ സെൻട്രൽ തന്നെയാണെങ്കിലും അരുണാപുരം ക്യാമ്പസ്, മുത്തോലിയിലെ എ ബ്ലോക്ക്, മുത്തോലിയിലെ ഡി ബ്ലോക്ക്, അങ്ങനെ 3 ക്യാമ്പസുകൾ പാലാ സെൻട്രൽ തന്നെ ഉണ്ടല്ലോ. ഈ ക്യാമ്പസുകളോട് വളരെ ചേർന്ന് തന്നെയാണ് ഈ ഹോസ്റ്റലുകളെല്ലാം. അല്ലെങ്കിൽ ഒരു 3-4 കിലോമീറ്ററിൻ്റെ ചുറ്റളവിലാണ് ഈ ഹോസ്റ്റലുകളെല്ലാം ഇരിക്കുന്നത്. നടന്നു പോകാനുള്ള ഹോസ്റ്റലുകളുണ്ട്. ഇനി അത് വാഹന സൗകര്യത്തിന് പോകേണ്ടതാണെങ്കിൽ ബ്രില്യൻ്റ് തന്നെ ഏതാണ്ട് 100ഓളം വാഹനങ്ങൾ ബ്രില്യൻ്റ് സ്വന്തമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് ഹോസ്റ്റലുകളാണെന്നുണ്ടെങ്കിൽ ചില ഹോസ്റ്റൽ ഉടമകൾ തന്നെയാണ് അവരുടെ വാഹനത്തിൽ ക്യാമ്പസിൽ എത്തിക്കുന്നത്. എന്താണെങ്കിലും വിദ്യാർത്ഥികൾ അതിനു വേണ്ടിയിട്ട് സ്വന്തമായിട്ടൊരു യാത്രാ സൗകര്യം നോക്കേണ്ട അവസ്ഥയില്ല. ബ്രില്യൻ്റിന് അതിന് വ്യക്തമായൊരു ക്രമീകരണം നടത്തിയിട്ടുണ്ട്. ക്യാമ്പസിനകത്ത് നിന്ന്, ക്യാമ്പസിൻ്റെ മുറ്റത്ത് നിന്ന് ഹോസ്റ്റലിൽ എത്തിക്കുകയും തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലോട്ട് എത്തിക്കുകയും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അത് സമാധാനായി. റൂമുകളുടെ സൗകര്യം എങ്ങനെയാണ് സാർ? ഒരു റൂമിൽ എത്ര കുട്ടികളായിട്ടൊക്കെ കാണും? AC, നോൺ AC അങ്ങനെയൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുമോ? ബ്രില്യൻ്റിന്റെ എല്ലാ ഹോസ്റ്റലുകളിലെ റൂമുകൾ വളരെ സ്പേഷ്യസ് ആണ് മാഡം. അതനുസരിച്ച് നമ്മൾ കുട്ടികളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുകയുള്ളൂ. 2 കുട്ടികൾ നിൽക്കുന്ന റൂമുകൾ മുതൽ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. അവിടെ ആവശ്യത്തിന് കുട്ടികൾക്ക് കിടക്കാനുള്ള കട്ടില്, അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള സ്റ്റഡി ടേബിള്, കസേര, അവരുടെ ബുക്കുകളെല്ലാം വെക്കാനുള്ള ഷെൽഫുകൾ, കുട്ടികളുടെ ബാഗ്, അതുപോലെ തന്നെ അവശ്യ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് കട്ടിലിനടിയിൽ തന്നെ നമ്മൾ റാക്കുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ നല്ല വെളിച്ചവും വായുവും ഒക്കെ കടന്നു ചെല്ലുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് എല്ലാ ഹോസ്റ്റലുകളിലും തന്നെ. അതുപോലെ തന്നെ AC ഉണ്ട്, നോൺ AC ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അതാത് ഹോസ്റ്റലുകളനുബന്ധിച്ച് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യുകയും ചെയ്യാം. സാർ, ഈ ബ്രില്യന്റിന്റെ ക്ലാസ്സുകളൊക്കെ നടക്കുന്നത് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിലോ മറ്റോ ആണോ? അല്ല, അങ്ങനെ ചില സ്ഥാപനങ്ങളിലൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. നമ്മുടെ ക്ലാസ്സുകളും രീതികളും എങ്ങനെയാണെന്ന് ഒന്ന് വ്യക്തമാക്കാവോ സാറേ? ബ്രില്യന്റിന് ഹോസ്റ്റൽ വേറെ, അതുപോലെ തന്നെ ക്ലാസ് റൂമുകൾ വേറെ. ബ്രില്യന്റിന്റെ ഹോസ്റ്റലുകളും ക്യാമ്പസുകളും 2 തന്നെയാണ്. ഒരു ഹോസ്റ്റലിലും വെച്ച് ബ്രില്യന്റ് ക്ലാസ്സുകൾ നടത്തുന്നില്ല. ഹോസ്റ്റലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാനായിട്ടും അവർക്കുണ്ട് അവരുടെ ഡ്രസ്സുകളൊക്കെ കഴുകിയിടാനായിട്ടും അവർക്ക് അത്യാവശ്യം റെഫറൻസിനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ളവരാണ് ഹോസ്റ്റൽ സംവിധാനങ്ങൾ. അത് ക്യാമ്പസിൽ നിന്നും വേറെ തന്നെയാണ്.
ക്ലാസ് റൂമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു ക്ലാസ് മെന്ററിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഒരു പ്രൊഫസറുടെ നേതൃത്വത്തിൽ ഏറ്റവും സമാധാനമായിട്ടിരുന്ന് പഠിക്കാനുള്ള അന്തരീക്ഷമാണ് ക്ലാസ് റൂമുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. അതിന് ഹോസ്റ്റലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഒരു ഹോസ്റ്റലിലും ബ്രില്യൻറ്റ് ക്ലാസ്സുകൾ എടുക്കുന്നുമില്ല. നമുക്ക് ഏതാണ്ട് 5 മുതൽ 5.5 മണിക്കൂർ വരെയാണ് ഓരോ ക്ലാസ് ടൈം നമുക്കുള്ളത് ക്യാമ്പസിൽ തന്നെ. അതിനുശേഷം 5 മണിക്കൂറോളം അവർക്ക് ക്യാമ്പസിൽ തന്നെ ഇരുന്നാണ് അവർ റെഫറൻസും ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റിയും ഒക്കെ ഉപയോഗിക്കുന്നത്. അതിനുശേഷമാണ് കുട്ടികൾ ഹോസ്റ്റലിലോട്ട് വരുന്നത്. ഹോസ്റ്റലിലും വിവിധ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ലൈബ്രറി, റെഫറൻസ് സൗകര്യം, വൈഫൈ സൗകര്യം, ഇതെല്ലാം എല്ലാ ഹോസ്റ്റലുകളിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു ഹോസ്റ്റലിലും വെച്ച് ബ്രില്യൻറ്റ് ക്ലാസ്സുകൾ നടത്തുന്നില്ല. ക്യാമ്പസ് വേറെ, ഹോസ്റ്റൽ വേറെ. ബ്രില്യൻറ്റിന് അത് നിർബന്ധമുണ്ട്. ഓ, അത് നന്നായി. അപ്പോ സാറേ, കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് ക്യാമ്പസിലേക്ക് ദിവസവും യാത്ര ചെയ്യേണ്ടി വരുമല്ലോ അല്ലേ? അടുത്തടുത്ത് തന്നെയാണോ ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളത്? അത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നത് പോലെ മിക്ക ഹോസ്റ്റലുകളും ബ്രില്യൻറ്റിന്റെ ക്യാമ്പസിന് അടുത്ത് തന്നെയാണ് സജ്ജമാക്കിയിരിക്കുന്നത്. നടന്നു പോകാനുള്ള ദൂരമേ കാണുള്ളൂ ക്യാമ്പസിലോട്ട്. മറ്റു ചില ഹോസ്റ്റലുകളാണെങ്കിലോ യാത്രാ സൗകര്യം ബ്രില്യൻറ്റ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവർ ഏറ്റവും എൻജോയ് ചെയ്തു പോകുന്നതും ആ യാത്ര തന്നെയാണ്, ക്യാമ്പസിലോട്ടും ക്യാമ്പസിൽ നിന്ന് തിരിച്ച് ഹോസ്റ്റലുകളിലേക്കും. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം റൂമിൽ തന്നെയാണോ, അതോ കോമൺ സ്റ്റഡി ഏരിയ വല്ലതും ഉണ്ടോ? ഈ ലൈബ്രറി സൗകര്യമൊക്കെ ഹോസ്റ്റലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാ സാറേ അത്? കുട്ടികൾക്ക് വ്യക്തിഗതമായി തന്നെ അവനവന്റെ റൂമിലിരുന്ന് പഠിക്കാനുള്ള സജ്ജീകരണമാണ് ബ്രില്യൻറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഇനി വിദ്യാർത്ഥികൾക്ക് പൊതുവായിട്ടിരുന്ന് ശാന്തമായിട്ടിരുന്ന് പഠിക്കണമെങ്കിലോ സ്റ്റഡി ഹാളുകളും റീഡിംഗ് റൂമുകളും എല്ലാ ഹോസ്റ്റലുകളും തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റലുകളിലെ ലൈബ്രറികളെല്ലാം കോമൺ ആയിട്ട് വിദ്യാർത്ഥികൾക്ക് ഉപയോഗിക്കാം. റെഫറൻസിന്റെ സൗകര്യവും വൈഫൈ സൗകര്യവും എല്ലാം ഹോസ്റ്റലുകളിലെ കുട്ടികൾക്ക് പൊതുവായിട്ട് ഉപയോഗിക്കാനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ സാറേ, ഈ എല്ലാ പാരന്റ്സിനുള്ള ഒരു സംശയമാണ്, ഈ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ, കൺട്രോൾഡ് ഹോസ്റ്റൽ, അത് തമ്മിൽ എന്താ വ്യത്യാസം സാറേ? അതെങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ടായിട്ട് കിട്ടുന്നത്? ബ്രില്യൻറ്റിൽ അഡ്മിഷൻ എടുക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും താമസ സൗകര്യം ഉണ്ടായിരിക്കും. അത് ബ്രില്യൻറ്റ് തന്നെ അലോട്ട് ചെയ്ത് നൽകുകയും ചെയ്യും. കൺട്രോൾഡ് ഹോസ്റ്റൽ ആണെങ്കിലും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റൽ ആണെങ്കിലും ബ്രില്യൻറ്റ് തന്നെ അലോട്ട് ചെയ്ത് നൽകുകയും ചെയ്യും. നിങ്ങളത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ വാർഡൻ താങ്കളെ കോൺടാക്റ്റ് ചെയ്യുകയും എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം, എന്തൊക്കെയാണ് അവിടുത്തെ ക്രമീകരണങ്ങൾ എന്നുള്ളത് കൃത്യമായിട്ട് താങ്കൾക്ക് വരുന്നതിന് മുമ്പ് തന്നെ വിശദീകരിച്ച് നൽകുകയും ചെയ്യും. സാറേ, അതുപോലെ എൻ്റെ മോന് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിൽ കിട്ടാനുള്ള സ്കോറേ ഉള്ളൂ. അപ്പം മോൾക്കാണെങ്കിൽ നല്ല കൺട്രോൾഡ് ഹോസ്റ്റലിൽ കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പം മോനും കൂടെ കൺട്രോൾഡ് ഹോസ്റ്റലിലേക്ക് കിട്ടാനുള്ള ചാൻസ് വല്ലതും ഉണ്ടാവുമോ? അതിനെന്താ ചെയ്യേണ്ടത് സാറേ? അതിനെന്താ, യാതൊരു കുഴപ്പമില്ലല്ലോ. വീട് എവിടെയാ? ഞങ്ങൾ നിലമ്പൂരാ സാറേ. അപ്പോൾ എളുപ്പമായില്ലേ. ബ്രില്യൻറ്റിൻ്റെ പാലാ സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ കൺട്രോൾ ഹോസ്റ്റല്, സൂപ്പർവൈസർ ഹോസ്റ്റല് എന്നീ വിവിധ സെക്ഷനുകൾ, വിവിധ സംവിധാനങ്ങളുള്ളൂ. ബ്രില്യൻറ്റിൻ്റെ ബാക്കി 7 സെൻറ്ററുകളിലും കണ്ണൂർ, തൃശ്ശൂർ, കോഴിക്കോട്, കോട്ടക്കൽ, എറണാകുളം, കൊല്ലം, തിരുവനന്തപുരം എല്ലാ സെൻറ്ററുകളിലും കൺട്രോൾഡ് ഹോസ്റ്റൽ മാത്രമേ ഉള്ളൂ. താങ്കളുടെ വീടിനടുത്തുള്ള ഏത് സെൻറ്ററിലും താങ്കൾക്ക് അഡ്മിഷൻ എടുക്കുകയും കൺട്രോൾഡ് ഹോസ്റ്റൽ സംവിധാനം കിട്ടുകയും ചെയ്യും. അല്പം തിരക്ക് കൂടുതലുള്ളത്, വിദ്യാർത്ഥികൾ കൂടുതലുള്ളത് കൊണ്ട് കോട്ടക്കലും കോഴിക്കോടും മാത്രമേ അല്പം ഒരു ടൈറ്റ് ഉള്ളൂ. ബാക്കി എവിടെ വേണമെങ്കിലും, അതുൾപ്പെടെ താങ്കൾക്ക് എവിടെ വേണമെങ്കിലും കൺട്രോൾഡ് ഹോസ്റ്റലിനോടുകൂടി അഡ്മിഷൻ കിട്ടുന്നതാണ് കേട്ടോ. സാറേ, നമ്മുടെ വീട്ടില് ഞാൻ തന്നെയാണ് ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്, ബാത്റൂം ക്ലീൻനെസ് ഒക്കെ ആയിട്ടേ. അപ്പൊ ഈ ടോയ്ലറ്റ്, ബാത്റൂം സൗകര്യങ്ങൾ എങ്ങനെയാ സാറേ? ഹോസ്റ്റലിൽ അറ്റാച്ച്ഡ് ആണോ അതോ കോമൺ ആയിട്ടാണോ? ക്ലീൻനെസ് ഒക്കെ എങ്ങനെയാ? കുട്ടികൾ തന്നെ ചെയ്യണോ സാറേ, അതോ? അല്ല, ഇതൊന്നും കുട്ടികളല്ല ചെയ്യുന്നത്. ഹോസ്റ്റലിന്റെ ഘടന അനുസരിച്ച് ചില ഹോസ്റ്റലുകളിൽ എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു നിലയിൽ തന്നെ കോമൺ ആയിട്ടുള്ള ബാത്റൂം ഫെസിലിറ്റി ആയിരിക്കും നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ഏതാണെങ്കിലും ഹൈജീനിക് ആവാൻ, ശുചിത്വം കാത്തു സൂക്ഷിക്കാനായിട്ട് കൃത്യമായ ഇടവേളകളിൽ അതിന് പ്രത്യേകമായിട്ട് ക്ലീൻ സ്റ്റാഫുകൾ തന്നെയുണ്ട്. അതിൽ ബ്രില്യൻറ്റ് ഒരു വിട്ടുവീഴ്ചയും വരുത്താറുമില്ല. ബ്രില്യൻറ്റിന്റെ എല്ലാ ഹോസ്റ്റലുകളിലും നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഇനി സ്വാഭാവികമായിട്ട് ലോണ്ടറിയെ കുറിച്ച് കൂടി മാഡത്തിന് ഒരു സംശയം ഉണ്ടാവും. ലോണ്ടറി ഫെസിലിറ്റി മിക്ക ഹോസ്റ്റലുകളിലും അവിടെ തന്നെ ലോണ്ടറി ഫെസിലിറ്റികൾ ഉണ്ടാവും. അത് കുട്ടികൾക്ക് ആവശ്യത്തിന് ആഴ്ചയിൽ ഉപയോഗിക്കാം. ഇനി ലോണ്ടറി ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്റ്റലുകളാണെന്നിരിക്കട്ടെ, അവിടെ പൊതുവായിട്ട് ഏജൻസികളാണ് ഇത് നടത്തുന്നത്. അവർ ആഴ്ചയിൽ 2 or 3 പ്രാവശ്യം വന്ന് കുട്ടികളിൽ നിന്ന് പാക്കറ്റുകൾ കളക്ട് ചെയ്യുകയും അത് കഴുകി വൃത്തിയാക്കി ഉണക്കി തിരിച്ച് റൂമുകളിൽ എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. കുടിവെള്ളത്തിന്റെ കാര്യമോ? ശുദ്ധീകരിച്ച വെള്ളം തന്നെയാണോ സാറേ? പിന്നെ കറണ്ട് പോയാൽ ജനറേറ്റർ സൗകര്യമൊക്കെ ഉണ്ടാകുമോ ഹോസ്റ്റലില്? എല്ലാ ഹോസ്റ്റലുകളിലും സുരക്ഷിതമായിട്ട് വെള്ളം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ പ്യൂരിഫയർ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ടിന്റെ കാര്യമാണെങ്കിലും ജനറേറ്റർ നിർബന്ധമാണ്. അത് കൺട്രോൾഡ് ഹോസ്റ്റലാണെങ്കിലും സൂപ്പർവൈസർ ഹോസ്റ്റലാണെങ്കിലും ജനറേറ്റർ സൗകര്യം ഉണ്ടാവും. അപ്പൊ കറണ്ട് പോവുക എന്നുള്ളൊരു വിഷയം ഉദിക്കുന്നതേയില്ല.
സാറേ, ഇനി ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ സാറേ? എനിക്ക് ഏറ്റവും ആശങ്കകളിൽ ഒന്നാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത്. ഈ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഒക്കെ ആയിട്ടുണ്ടാവും. കുട്ടികളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി ഏറ്റവും പോഷക സമൃദ്ധമായ ആഹാരമാണ് ബിർലിന്റെ ഹോസ്റ്റലിൽ നൽകുന്നത്. അതിന് കോമൺ ആയിട്ട് ഈ രണ്ട് തരത്തിലുള്ള ഹോസ്റ്റലുകളിലും കോമൺ ആയിട്ടുള്ള ഒരു ഫുഡ് മെനു ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആ ഫുഡ് മെനു ഡയറ്റീഷ്യന്മാരുമായിട്ട് ആലോചിച്ച് കൃത്യമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാ ഹോസ്റ്റലുകളിലും വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയൻ ഫുഡുകളും അവൈലബിൾ ആണ്. സാറേ, ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും വൃത്തിയൊക്കെ അതൊക്കെ എങ്ങനെയാ? നല്ല ക്ലീൻ ആയിട്ട് തന്നെയാണല്ലോ അല്ലെ? ഭക്ഷണം പാകം ചെയ്യുന്നതാവട്ടെ, അത് വിതരണം ചെയ്യുന്നതാവട്ടെ, ഏറ്റവും ഹൈജീനിക് ആയിരിക്കണം എന്നുള്ളത് ബിർലിന്റെ ഒരു ഉത്തരവാദിത്തമാണ്. അത് ബിർലിൻ മാനേജ്മെന്റ് കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുമുണ്ട്. കൂടാതെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ള യാതൊരു ആശങ്കയും വേണ്ട. പിന്നെ ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിംസിന് ഈ നോയമ്പ് കാലത്ത് പ്രത്യേകത ഉണ്ടല്ലോ, രാവിലത്തെ ഭക്ഷണം, വൈകുന്നേരം നോയമ്പ് തുറക്കുമ്പോൾ ഉള്ള ഭക്ഷണം, അതെങ്ങനെയാന്ന്, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടോ സാറേ? ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുമോ സാറേ? നമ്മുടെ ക്യാമ്പസുകളിലെല്ലാം ധാരാളം മുസ്ലിം കുട്ടികളുണ്ട്. അവർക്ക് നോയമ്പിന്റെ സമയത്ത് അതിന് കൃത്യമായിട്ടുള്ളൊരു ഭക്ഷണ ക്രമീകരണമാണ്. കാരണം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ 4 മണിക്ക് തന്നെ അതിനുള്ള ഭക്ഷണങ്ങളെല്ലാം നമ്മൾ ഹോസ്റ്റലുകളിൽ എത്തിക്കും. ഇനി സൂര്യാസ്തമയത്തിന് ശേഷം അവർക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ആ നോയമ്പിനനുസരിച്ച് തന്നെയാണ് കൊടുക്കുന്നത്. കൃത്യമായ ചിട്ടയോട് തന്നെ ഏറ്റവും ശുദ്ധവും വൃത്തിയുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഞങ്ങൾ ആ സമയത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. സാറേ, ചില കുട്ടികൾക്ക് ഈ ചില പ്രശ്നങ്ങൾ വരുമല്ലോ. അതായത് ഇപ്പം ഞാൻ ഒന്നുമല്ല, മോന് കുഴപ്പമില്ല, പക്ഷെ മോളുടെ കാര്യത്തില് അവർക്ക് ചില ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് അത് വേറെ ക്രമീകരിച്ച് കൊടുക്കുന്ന സൗകര്യം ഉണ്ടോ സാറേ? നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ ഒരു കോമൺ ഫുഡ് മെനു തന്നെയാണ് 2 ഹോസ്റ്റലുകളിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അതല്ല, ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങളിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അതാത് വാർഡന്മാരോട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിനും പരിഹാരം ഉണ്ടാവുന്നതാണ്. സാറേ, അതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സിന്റെ ഒരു കൺസേൺ ആണ് അവരുടെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഈ കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് CCTV ക്യാമറ, സെക്യൂരിറ്റി ഗാർഡുകൾ അങ്ങനെയൊക്കെ ഉണ്ടോ സാറേ? തീർച്ചയായിട്ടും സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യം തന്നെയാണ് ബിർലിന്റെ നൽകുന്നത്. CCTV ക്യാമറകൾ 24 മണിക്കൂറും CCTV ക്യാമറ നിരീക്ഷണത്തിലായിരിക്കും ബിർലിന്റെ ഹോസ്റ്റലുകൾ. അതുപോലെ 24 മണിക്കൂറും വാർഡന്മാർ, ഓരോ ഫ്ലോറിലും 2 വാർഡന്മാരെങ്കിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്ന് ബിർലിന്റെ നിഷ്കർഷിച്ചിട്ടുണ്ട്. ഇനി സെക്യൂരിറ്റി ഗാർഡുമാര്, ഇവരുടെയൊക്കെ നിരീക്ഷണത്തിലാണ് ബിർലിന്റെ ഹോസ്റ്റൽ വർക്ക് ചെയ്യുന്നത്. സാറേ, വാർഡൻ അല്ലെങ്കിൽ ഈ നേഴ്സ് പോലത്തെ അങ്ങനെ ആരെങ്കിലും സൗകര്യങ്ങൾ ഹോസ്റ്റലിൽ ഉണ്ടാവും ഈ രാത്രിയിൽ എന്തെങ്കിലും അസുഖങ്ങളോ ആവശ്യങ്ങളോ കുട്ടികൾക്ക് വന്നാൽ? രാത്രിയിലല്ല, 24 മണിക്കൂറും ഹോസ്റ്റൽ വാർഡന്മാരുടെ നിരീക്ഷണത്തിലായിരിക്കും ഇവര്. കാരണം ഇപ്പൊ ക്യാമ്പസിൽ നിന്നോട്ട് വരുമ്പോഴും ക്യാമ്പസിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും വാഹന സൗകര്യം ഒക്കെ ആണെങ്കിലും വാർഡന്മാർ എപ്പോഴും ഉണ്ടാകും. റെസിഡന്റ് വാർഡന്മാരായിരിക്കും ഹോസ്റ്റലുകളിൽ ഉണ്ടാവുക. അപ്പം അത് പഠിത്തമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ആരോഗ്യപരമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും എപ്പോഴും അവർക്ക് സമീപിക്കാവുന്നതാണ് ഹോസ്റ്റൽ വാർഡന്മാർ. ഇനി ആരോഗ്യപരമായിട്ട് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എപ്പോഴും നേഴ്സുമാരുടെ സഹായവും, അതിന് മാത്രമായിട്ട് നേഴ്സിംഗ് സിസ്റ്റം തന്നെ ഉണ്ട് ബിർലിൻഡിൽ. ക്യാമ്പസിനകത്തും ഉണ്ട്, ഹോസ്റ്റലിലും ഉണ്ട്. 24 മണിക്കൂറും ഒരു നേഴ്സിംഗ് സൗകര്യവും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. സാറേ, അതുപോലെ അടുത്തുള്ള ആശുപത്രി സൗകര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ? തീർച്ചയായിട്ടും നേഴ്സിംഗ് സൗകര്യം ഹോസ്റ്റലുകളിൽ തന്നെയുണ്ട്. ഹോസ്റ്റലിലും ക്യാമ്പസിലുമുണ്ട്. ചെറിയ അസുഖങ്ങൾക്കൊക്കെയുള്ള പ്രഥമ ശുശ്രൂഷ ഹോസ്റ്റലിലാണെങ്കിലും ക്യാമ്പസിലാണെങ്കിലും ഞങ്ങൾ ഉറപ്പ് നൽകുന്നുണ്ട്. ഡോക്ടർമാർ എപ്പോഴും ക്യാമ്പസിൽ ഉണ്ടായിരിക്കും. ഇനി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു രോഗാവസ്ഥയാണെന്നുള്ളെങ്കിൽ എത്രയും വേഗം നേഴ്സുമാരുടെ സഹായത്തോടു കൂടി തന്നെയായിരിക്കും ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് രക്ഷകർത്താക്കളെ അറിയിച്ച് എത്രയും വേഗം വേണ്ട കരുതലുകൾ നൽകാനുള്ള ക്രമീകരണമാണ് ബിർലിൻഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ ബിർലിൻഡിന്റെ എല്ലാ ക്യാമ്പസുകൾക്ക് സമീപം ഏറ്റവും മികച്ച 2-3 ആശുപത്രികൾ ഉണ്ട് താനും. ഈ ഹോസ്റ്റലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എങ്ങനെയായി രക്ഷിതാക്കൾക്ക് എപ്പോഴൊക്കെയാണ് കുട്ടികളെ സന്ദർശിക്കാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ആദ്യമായിട്ടായിരിക്കും നിങ്ങളുടെ വീടുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നത്. അപ്പം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാമ്പസിലോട്ട് വരികയോ ഹോസ്റ്റലിലോട്ട് വരികയോ ചെയ്യാം. ക്ലാസ് സമയമാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസിൽ ക്ലാസ് മെൻറ്ററുടെ സഹായത്തോടു കൂടി തന്നെ കുട്ടിയെ കാണാനായിട്ട് സാധിക്കും. ക്ലാസ് കഴിഞ്ഞ സമയത്താണെങ്കിൽ ക്യാമ്പസിലിരുന്ന് കുട്ടിയായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാത്ത സ്റ്റഡി ടൈം, വീക്ക്ലി ടൈം, അല്ലെങ്കിൽ ശനിയും ഞായറും ഉള്ള റെഫറൻസ് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏത് സമയത്ത് വന്ന് കുട്ടിയെ സന്ദർശിക്കുന്നതിനും യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. പിന്നെ സുരക്ഷയെ കരുതി രക്ഷിതാക്കള് വാർഡന്മാരെ ആവാം, അല്ലെങ്കിൽ ക്ലാസ് മെന്റേഴ്സിനെ ആകാം, നേരത്തെ അറിയിച്ചിട്ട് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് ഫോൺ അനുവദനീയമല്ല എന്നറിയാം, എന്നാലും
ചോദിക്കുകയാണ്, എപ്പോഴൊക്കെ ആയിരിക്കും അവരെ ഒന്ന് വിളിക്കാൻ പറ്റുക? തീർച്ചയായിട്ടും നമുക്കിപ്പം ആദ്യം ക്ലാസ് തുടങ്ങുന്ന സമയം നമുക്കറിയാം, വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു 1-2 ആഴ്ചകൾ ഞങ്ങൾ മുഴുവൻ സമയവും മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കും. പക്ഷേ അതൊക്കെ ക്ലാസ് മെൻറ്റർ ആണെങ്കിലും ഹോസ്റ്റൽ വാർഡൻ ആണെങ്കിലും കൃത്യമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. ദുരുപയോഗമൊന്നും ചെയ്യാതെ തന്നെ അവർ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടേ. കാരണം ഒരു വർഷം നമ്മൾ ഇതിനായിട്ട് മാറ്റി വെക്കുമ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും. എങ്കിൽ പോലും ആ 1-2 ആഴ്ചകൾക്ക് ശേഷം അത് വാർഡന്മാർ മേടിച്ച് ഹോസ്റ്റൽ റൂമിൽ വെക്കുകയും ആഴ്ചയിൽ 3 ദിവസം വൈകുന്നേര സമയങ്ങളിൽ 7 മുതൽ 9 വരെ ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും പരീക്ഷാ ദിവസമൊക്കെ ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് വൈകുന്നേര സമയങ്ങളിൽ കൊടുക്കാറുണ്ട്. അത് കൃത്യമായിട്ട് രക്ഷിതാക്കളെ അറിയിക്കുകയും ചെയ്യും. ആ സമയത്ത് നിങ്ങൾക്ക് ഫോണിൽ കൂടി വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെടാനും വിദ്യാർത്ഥികൾക്ക് തിരിച്ച് രക്ഷകർത്താക്കളെ ബന്ധപ്പെടാനുള്ള സമയമുണ്ട്. അത് മുൻകൂട്ടി അറിയിക്കുന്നതാണ്. ബാക്കിയുള്ള സമയം മുഴുവൻ മൊബൈൽ ഫോണുകൾ ഹോസ്റ്റൽ വാർഡന്റെ നിയന്ത്രണത്തിലായിരിക്കും. പഠിക്കുവാൻ വേണ്ടിയിട്ട് കുട്ടിക്ക് ടാബും വൈഫൈ സൗകര്യങ്ങളും ഹോസ്റ്റലുകളിലും ക്യാമ്പസിലും അറേഞ്ച് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ. മിക്കവാറും എൻ്റെ എല്ലാ സംശയങ്ങളും മാറി. ആദ്യമായിട്ട് മോളും മോനും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ടുള്ളൊരു ടെൻഷനായിരുന്നേ. ഇപ്പോൾ എനിക്ക് എല്ലാ ആശ്വാസമായി. യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. വിദ്യാർത്ഥികളുടെ സെക്കൻഡ് ഹോം ആണ് ബ്രില്യൻറ്റ്. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. പിന്നെ ബ്രില്യൻറ്റ് സൈറ്റ് വഴി അപ്ലൈ ചെയ്ത് അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ക്ലാസ്സിൽ തുടങ്ങുന്ന ദിവസം കൊണ്ട് ചേരാനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഹോസ്റ്റൽ സംവിധാനങ്ങളൊക്കെ നേരിട്ട് ബോധ്യപ്പെടുകയും ചെയ്യും. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. അപ്പം രണ്ടുപേരോട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വരാൻ പറയണം. 2026 നല്ല തയ്യാറെടുപ്പുമായിട്ട് നല്ലൊരു വിജയത്തോടു കൂടി നമുക്ക് മടങ്ങാനായിട്ടുള്ള എല്ലാവിധ തയ്യാറെടുപ്പുമായിട്ട് വരാൻ പറയണം കേട്ടോ. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ബൈ. Brilliant Study Center, India's #1 coaching center for NEET and JEE.